ഹലോ കൂട്ടുകാരെ, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പം ആലപ്പുഴ കാട്ടൂർ നമ്മൾ പുതുതായി ചെയ്ത വർക്കിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നമുക്ക് നേരെ അകത്തെ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഓക്കെ, ഇതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഹാളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. അപ്പം അവിടെ ഒരു TV യൂണിറ്റും അതിനോട് ചേർന്ന് തന്നെ നമ്മളൊരു ചെറിയ രീതിയിലൊരു പ്രയർ യൂണിറ്റ് കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ CNC വർക്കും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിലും ലൈറ്റും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ തന്നെ നമ്മൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ ജിപ്സം സീലിംഗ്, അത് സൈഡ് കോവ് വർക്ക് വരത്തക്ക രീതിയിലാണ് നമ്മൾ ആ ഡിസൈൻ ചെയ്ത് എടുത്തിരിക്കുന്നത്. TV യൂണിറ്റ് നമുക്ക് ഡൈനിങ് ഹാളിലും കൂടി ഇരുന്ന് കാണത്തക്ക വിധം റൊട്ടേഷനായിട്ടാണ് നമ്മളത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കാര്യം രണ്ട് സ്ഥലത്തുനിന്നും വ്യൂ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹാള് ഒറ്റ നീളത്തിൽ കിടന്ന ഹാള് നമ്മുടെ വർക്ക് ചെയ്താണ് നമ്മളത് ഡിവൈഡ് ചെയ്ത് അവർക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പം റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കും. നമുക്ക് അപ്പുറത്തും ഇരുന്നു യഥേഷ്ടം നമുക്ക് TV കാണുവാനും സാധിക്കും. ഇത് ഡൈനിങ് ഹാളിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് വർക്കാണ്. അവിടെയും സെൻട്രൽ ഡിസൈനിൽ സ്ട്രിപ്പ് ലൈറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. സൈഡ് കോവ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. സിക്സ് ഇൻറ്റു 3 ഒരു ഡൈനിങ് ടേബിളും 6 ചെയറും വീഴത്തക്ക രീതിയിലാണ് നമ്മളിത് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ചിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ കിച്ചണാണ്. അതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും അതിൻ്റെ സൈഡിൽ ഒരു ഓപ്പൺ ടേബിളുമായിട്ട് നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡൈനിങ്ങിലിരുന്നുള്ള TV യൂണിറ്റിൻ്റെ ബാക്ക് വശത്തെ ഒരു വ്യൂ ആണ്. കിച്ചണിൽ ഹാങ്ങിങ് ലൈറ്റും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഹൗസ് വാമിങ്ങിൻ്റെ ഡേറ്റിൽ അതിൻ്റെ കവറും കാര്യങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അത് അങ്ങനെ ഇട്ടിരിക്കുന്നത്. കിച്ചൺ തോംസൻ്റെ മൾട്ടിവുഡ് കൊണ്ടാണ് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. തോംസൻ്റെ മൾട്ടിവുഡിൽ അഡ്വാൻസിൻ്റെ ലാമിനേറ്റ് മേക്കാണ് നമ്മളതിൽ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് താഴെ നമ്മൾ വുഡ് ഫിനിഷിലുള്ള ലൂവർ പാനലും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റെയറിന് താഴെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. ഫ്രണ്ടിൽ നമുക്ക് ഫ്ലവർ വേസും കാര്യങ്ങളും വെക്കാനും ഇൻസൈഡിൽ ഇൻവെർട്ടർ സ്റ്റോറേജിനുള്ള സ്പേസും നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വാഷ് യൂണിറ്റാണ്. സ്ഥലപരിമിതി ഉള്ളത് കാരണം കുറച്ച് ഒതുക്കിയാണ് നമ്മളവിടെ ചെയ്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമ്മൾ അയൺ ടേബിളിലൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് അതും സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂമാണ്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബാണ്. അപ്പോൾ അത് ലോഫ്റ്റ് ഉൾപ്പെടെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അവിടെ ഒരു സൈഡ് പോർഷൻ കൊണ്ട് നമ്മളൊരു ഡ്രസ്സിംഗ് ടേബിളും അതിനോട് ചേർന്ന് തന്നെ ഒരു ടോൾ യൂണിറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. മേക്കപ്പ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു ടോൾ യൂണിറ്റ് കൂടെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് സ്റ്റെയറിൽ നിന്നുള്ള ആ TV യൂണിറ്റിൻ്റെ ഒരു വ്യൂ ആണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതകത്തെ ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന ഒരു സീലിംഗ് വർക്കാണ്. അതും ജിപ്സം സീലിംഗ് കസ്റ്റമർ തന്നിരിക്കുന്ന ഒരു മോഡലിൽ തന്നെയാണ് നമ്മളത് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വർക്കുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പതിവ് പോലെ തന്നെ എല്ലാവരും ഷെയർ ചെയ്യുക. കാര്യം നിങ്ങളിലൂടെയാണ് നമ്മുടെ വർക്കുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള ഈ സപ്പോർട്ട് തുടർന്നുണ്ടാവണമെന്ന് അറിയിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്.